നാരിയ സലാത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബില ഒന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. കണ്ടോ? അപ്പൊ റസൂലുള്ള കാണിച്ചു തന്നതേ പറ്റുള്ളൂ, അല്ലാതെ സ്വലാത്ത് ചെല്ലാൻ പാടില്ല. ഇത് ഇയാൾ പറഞ്ഞതാ. ഇത് ഞങ്ങൾ സുന്നി പ്രസംഗകർ കേരളത്തിൽ എല്ലായിടത്തും പറഞ്ഞു. ചാരിയത്തും ഞാനിത് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ശരി എങ്കിൽ നിങ്ങളെ നേതാക്കൾ സക്കരിയ ഉൾപ്പെടെയുള്ള മൗലവിമാർ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് റസൂലുള്ള ഏത് ഹദീസിന്റെ കിതാബിലാ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയണം എന്ന് പറഞ്ഞ് ഞാൻ 2-3 സ്വലാത്ത് ഇട്ട് കൊടുത്തു. ഒന്ന് വെച്ചു കൊടുത്ത സ്വലാത്തുകൾ വസല്ലല്ലാഹു അലാ നബിയിന മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വആഖിറ ദഅവ. ശരി, ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലുള്ളത് എന്ന് ചോദിച്ചു. ഉത്തരവില്ല. ടിപിയും എപിയും അവരുടെ നേതാക്കളാ ആ സ്വലാത്ത് അതിലുണ്ടോ? ഒന്ന് വെച്ചു കൊടുക്ക്. അവർ ചൊല്ലിയ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലുണ്ട്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. ഇത് എ.പി. അബ്ദുൽ ഖാദർ മൗലവി എന്ന ഇവരുടെ ജീവാത്മാവും പരമാത്മാവുമായ വ്യക്തി ചൊല്ലിയ സ്വലാത്ത. ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത്? സക്കരിയ പറഞ്ഞത് എന്താ? ഹദീസിന്റെ കിതാബിൽ കാണിച്ചു തരണം. റസൂല് പറഞ്ഞതേ ചൊല്ലാൻ പറ്റുള്ളൂ, അല്ലാതെ ചൊല്ലാൻ പറ്റില്ല എന്നല്ലേ? എങ്കിൽ നിങ്ങളെ മൗലവിമാര് ചൊല്ലിയ ഈ സ്വലാത്തുകൾ, ഒരുപാട് മൗലവിമാരുടെ സ്വലാത്തുണ്ട്, ഞാൻ എല്ലാം കൂടി പറയുന്നില്ല. ഇതൊക്കെ ഏത് ഹദീസിന്റെ കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു. സക്കരിയ ചാലിയത്ത് വന്നപ്പോ 1-ാം തവണ വന്നപ്പോ മുണ്ടിയില്ല. 2-ാം തവണ ഞാൻ വീണ്ടും വലിച്ചിട്ടു, വിട്ടില്ല. 3-ാം തവണയും ഞാൻ ഇത് പറഞ്ഞു, മറുപടി പറഞ്ഞില്ല. അവസാനം സക്കരിയ വന്നുകൊണ്ട് എന്റെ മുമ്പിൽ അവിടെ അയാൾ പത്തി മടക്കിക്കൊണ്ട് പറഞ്ഞു, സ്വലാത്ത് ചൊല്ലുമ്പോ ഏത് ഭാഷയിലുമാവാം, ഏത് രൂപത്തിലുമാവാം, ഒരു കുഴപ്പവുമില്ല. കേട്ടോളൂ നിങ്ങൾ സക്കരിയ സലാഹി അവിടെ വെച്ച് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളൂ. മൗലവിമാരെ കൊണ്ട് ഞങ്ങൾ ഏത്തമിടിയെന്ന് പറയുന്നത് വെറുതെയല്ല. പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഇവിടത്തെ മുജാഹിദ് മൗലവിമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ. സക്കരിയ സലാഹി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതാ അത് സ്വലാത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് ചെല്ലുമ്പോ അത് പല രൂപത്തിലും ചെല്ലാൻ. അതിന്റെ വിശദാംശം പറയട്ടെ. അയാൾ വെച്ചു. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയാനും അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റുമില്ല അതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാള് അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്, ഒരു പ്രശ്നമല്ല. ഏത് പദം ഉപയോഗിച്ചുമാകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വസ്തുതക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അത്രേ ഉള്ളൂ. അപ്പൊ വസ്തുതക്ക് നിരക്കാത്ത ഉണ്ടാവരുത്. ഏത് ഭാഷയിലും ആകാം, ഏത് പദവുമാകാം. നേരത്തെ പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ സലാത്ത് ഏത് രൂപത്തിലും ചെല്ലാം. പറയട്ടെ, ഒന്നുകൂടി ആള് പറയുന്നുണ്ട്, അതുകൂടി കേട്ടോളൂ. ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സ്വലാത്തും വന്നാൽ അതൊരു തെറ്റല്ല. അതോ അത് തെറ്റല്ല. വരട്ടെ, അങ്ങനെ റസൂലുള്ള പഠിപ്പിച്ചു കൊള്ളണമെന്നില്ല, തെറ്റല്ല. അതെ, മുജാഹിദ് നേതാവ് ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റുകയാണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. അതെ, മുജാഹിദ് നേതാവ് ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റുകയാണ്. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നു. അതാ ഞാൻ പറഞ്ഞത്, വന്നു. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നു. ഒന്നോ എത്ര ഞങ്ങളെ ഇമാമുകളെ കിതാബുകൾ തള്ളി മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചു വെച്ച 100 കണക്കിന് സംഭവങ്ങൾ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിരവധി അവിടെ സമർത്ഥിക്കുകയുണ്ടായി. അപ്പൊ സക്കരിയ സലാഹി ചാലിയത്ത് വെച്ച് അവിടെ വെച്ച് വീണ്ടും ഉത്തരം മുട്ടി, വാദം മാറ്റി. പറയുന്നത് കേട്ടോളൂ, അയാൾ പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് മുടി വീതിച്ചെടുത്തതും അതുപോലെ മുടി സൂക്ഷിച്ചൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത്. ഞങ്ങൾ സമ്മതിക്കുന്നു, സൂക്ഷ്മത കുറവാണ്. ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടവരുമായി പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയവും. നിങ്ങൾക്ക് അങ്ങനെ തിരുത്താൻ മാത്രമുള്ളതാണ് നിങ്ങളുടെ ആശയങ്ങൾ മുഴുക്കയും.